ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് ടീത്ത് ആണ് പറയുന്നത്. എന്താണ് ടീത്ത്, അതിൽ വരുന്ന അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ഇത് നമുക്കറിയാം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ എലിമെൻ്ററി കനാലിലെ ഫസ്റ്റ് പാർട്ടായ മൗത്തിൽ കാണുന്ന ച്യൂയിങ് ഓർഗനാണ് ടീത്ത്. ഇതിൻ്റെ 3 പെക്യുലാരിറ്റിയാണ് ഇവിടെ പറയുന്നത്. 1 തിക്കോഡോണ്ട്, 2 ഡൈഫിയോഡോണ്ട്, 3 ഹെറ്ററോഡോണ്ട്. തിക്കോഡോണ്ട് എന്ന് പറഞ്ഞാൽ ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോ ബോൺ. ദിസ് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് കോൾഡ് തിക്കോഡോണ്ട്. നമ്മുടെ ഓരോ ടൂത്തും ഒരു ജോയുടെ ഉള്ളിൽ, നമ്മുടെ ജോ എന്ന് പറഞ്ഞാൽ മോണയാണ് കേട്ടോ, മോണയ്ക്കുള്ളിൽ ചെറിയ ക്യാവിറ്റീസ് ഉണ്ട്. ആ ക്യാവിറ്റീസാണ് സോക്കറ്റ് എന്ന് പറയുക. ആ സോക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ടീത്ത് ആയതുകൊണ്ടാണ് അതിനെ തിക്കോഡോണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പെക്യുലാരിറ്റി ഡിഫിയോഡോണ്ട് എന്നും പറയും. ഇവിടെ മാമ്മൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ. ഡിഫിയോഡോണ്ടിൽ എന്താ പ്രത്യേകത എന്ന് കരുതിയാൽ, ഒരു ലൈഫ് സ്പാനിൽ തന്നെ നമ്മുടെ ബോഡിയിൽ 2 തരത്തിലുള്ള ടീത്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ ടീത്തിൻ്റെ പേര് മിൽക്ക് ടൂത്ത് അല്ലെങ്കിൽ ടെമ്പററി എന്ന് പറയും. രണ്ടാമത്തതിൻ്റെ പേരാണ് പെർമനൻ്റ് ഓർ അഡൽട്ട് ടീത്ത്. ഇങ്ങനെ 2 തരത്തിലുള്ള ഡെൻറ്റേഷൻ കാണുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഡൈഫിയോഡോണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്യാരക്ടർ ഹെറ്ററോഡോണ്ട്. ഒരു അഡൽട്ട് ഹ്യൂമൺ ബീയിങ്ങിൻ്റെ 32 പെർമനൻറ്റ് ടീത്ത് ഉണ്ടാവും. അതിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. 1 ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ്. എല്ലാം ഒരേപോലെയുള്ള ടീത്തുകളിൽ നമ്മുടെ ബോഡിയിൽ കാണുന്നത്. ഈ 32 എണ്ണത്തിൽ അതിൻ്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് 4 ആയിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ്, ഫങ്ഷന് എല്ലാം വ്യത്യസ്തമാണ്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഡെന്റൽ ഫോർമുലയാണ്. എന്താണ് ഡെന്റൽ ഫോർമുല? Arrangement of teeth in each half of the upper and lower jaw in the order I, C, P, M and M is represented by a dental formula which in humans is 2, 1, 2, 3, bar 2, 1, 2, 3. അതുപോലെ the hard chewing surface of the teeth made up of enamel helps in the mastication of food. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ടീത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന വൈറ്റ് കളർഡ് സബ്സ്റ്റൻസ് ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ പേര് ഇനാമൽ എന്നാണ്. അതാണ് നമ്മുടെ ഫുഡിൻ്റെ മാസ്റ്റിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഡെൻ്റൽ ഫോർമുല എന്താണെന്നുള്ളത് നമുക്ക് ഇത് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ 8 ടീത്ത് കാണുന്നുണ്ട്, ഇവിടെയും 8 ടീത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് 2 എന്നുള്ളത് ഇൻസിസേഴ്സ് ആണ്. അതേപോലെ മൂന്നാമത്തത് കനൈൻസ് ആണ്. 4th, 5th പ്രീമോളാസ് ആണ്. 6th, 7th, 8th എന്നുള്ളത് മോളാസ് ആണ്. ഇപ്പം നമുക്കറിയാം, ഇത് ഏതെങ്കിലും ഒരു ജോ ആയിരിക്കും. അപ്പർ ജോ അല്ലെങ്കിൽ ലോവർ ജോ ആയിരിക്കും. ഈ അപ്പർ ജോയിലും ലോവർ ജോൻ്റെയും ജസ്റ്റ് ഹാഫാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ ജോയിൻ്റെയും ഓരോ ഹാഫിലും എന്താണ് കാണുന്നത്, എത്ര ടൈപ്പ് ടീത്താണ് കാണുന്നത്, അതാണ് ഡെൻ്റൽ ഫോർമുല. അപ്പം നമുക്കറിയാം ഇതൊരു സിംഗിൾ ജോ. ഇതേപോലത്തെ വേറൊരു ജോയും കൂടെ നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പർ ജോ, ലോവർ ജോ അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഈ ജോൻ്റെ പകുതി എടുക്കാം. ആ പകുതിയിൽ എത്ര ഇൻസിസേഴ്സ് ഉണ്ട്, എത്ര കനൈൻസ് ഉണ്ട്, എത്ര പ്രീമോളാസ് ഉണ്ട്, എത്ര മോളാസ് ഉണ്ട്, അതേപോലെ തന്നെയായിരിക്കും ഈ ഭാഗത്തും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ 2 ഇൻസിസേഴ്സ്, അപ്പോൾ 2, I2, C1 ഒന്നല്ലേ ഉള്ളൂ, PM2 ആൻഡ് M3 ഇങ്ങനെയാണ് വരിക. അപ്പം 2, 1, 2, 3 ഡിവൈഡഡ് ബൈ 2, 1, 2, 3. ഇതാണ് നമ്മുടെ ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ദ ടൈപ്പ് ഓഫ് ടീത്ത് പ്രസൻറ്റ് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ഈച്ച് ജോ ഈസ് നോൺ ആസ് ഡെൻ്റൽ ഫോർമുല. അതിനെയാണ് ഡെൻ്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിൽ. പിന്നെ അടുത്ത ഭാഗം വരുന്നത്, ഇത് എലിമെൻ്ററി കനാലിൻ്റെ 4 ലെയേഴ്സാണ്. ഏറ്റവും പുറമെയുള്ള ലെയറിൻ്റെ പേര് സെറോസ. രണ്ടാമത്തെ ലെയർ മസ്കുലാരിസ് എക്സ്റ്റേണ എന്നാണ് അതിന് പറയുന്ന പേര്. അതിൽ തന്നെ 2 തരം ലെയേഴ്സ് ഉണ്ട്.
അത് ഇന്നർ ആയിട്ടുള്ള മസ്കുലാർ ലെയർ എന്ന് പറഞ്ഞാൽ അത് സർക്കുലർ ലെയർ ആണ്. ഔട്ടർ എന്ന് പറഞ്ഞാൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. സെറോസ and continued by longitudinal layer of muscles and then continued by circular layer of muscles, submucosa, mucosa, and there is a lumen. Lumen is a cavity. നമ്മുടെ ഫുഡ് പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗട്ട് അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ 4 ലെയർ കണ്ടത്. അപ്പോൾ അതിൻ്റെ പേരുകൾ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഏറ്റവും പുറമേ ഉള്ളത് സെറോസ, രണ്ടാമത്തത് മസ്കുലാരിസ്, മൂന്നാമത്തത് സബ്മ്യൂക്കോസ, നാലാമത്തത് മ്യൂക്കോസ. ഇനി ഓരോന്നിൻ്റെയും ലെയറിൻ്റെ പ്രത്യേകത. ഏറ്റവും പുറമേയുള്ള ലെയർ നമ്മളിപ്പോൾ കണ്ടു, ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അതുണ്ടാക്കിയിരിക്കുന്നത് തിൻ മീസോത്തീലിയം ലെയർ കൊണ്ടാണ്, വിത്ത് സം കണക്റ്റീവ് ടിഷ്യൂസ്. മസ്കുലാരിസ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽസ് ആണ് രണ്ടാമത്തെ ലെയർ. ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്. ഇന്നർ സർക്കുലർ ലെയർ ആയിരിക്കും, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ആണ്. ഓക്കെ, മൂന്നാമത്തെ ലെയർ സബ് മ്യൂക്കോസൽ ലെയർ ആണ്. അതുണ്ടാക്കിയിരിക്കുന്നത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ഇതിൽ നെർവ്സും ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലെയറിലേക്കാണ്, സബ് മ്യൂക്കോസൽ ലെയറിലേക്കാണ് നെർവും ബ്ലഡും ലിംഫ് വെസൽസും എല്ലാം എത്തുന്നത്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിൻ്റെ പേരാണ് മ്യൂക്കോസ. അതാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ. ഇറ്റ് ഈസ് ലൈനിങ് ദ ലൂമൻ ഓഫ് ദ എലിമെൻ്ററി കനാൽ. The layer forms irregular folds in the stomach called gastric rhogae. സ്റ്റൊമക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ഏറ്റവും അവസാനത്തെ മ്യൂക്കോസ ലെയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രൊജക്ഷൻസ് വരും. നിങ്ങൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലൈ എന്ന് പഠിച്ചതുപോലെ സ്റ്റൊമക്കിലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റ്യൂഗേ. റ്യൂഗേ എന്നാണ് പറയുക. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ അതിന് പറയുമെന്ത്, വില്ലൈ എന്ന് പറയും. അതേപോലെ മ്യൂക്കോസ ഫോംസ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്റ്റൊമക്ക്, gastric glands, crypts in between the bases of villi. 2 കാര്യങ്ങളാണ് ഇവിടെ മ്യൂക്കോസ ലെയറിൻ്റെ പ്രത്യേകത. ഒന്ന്, സ്റ്റൊമക്കിലാണെങ്കിൽ ആ മ്യൂക്കോസ ലെയർ ഒരു ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ അത് ക്രിപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്താണ് ക്രിപ്സ്? ക്രിപ്സ് ഓഫ് ലൈബർക്കുൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന ഡൈജസ്റ്റീവ് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. ഇത് ഈ ലെയറാണ്, ഈ ഗ്ലാൻഡ് ആണെങ്കിലും ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണെന്നുണ്ടെങ്കിലും രണ്ടും മ്യൂക്കോസൽ ലെയറിൻ്റെ പ്രൊജക്ഷൻസ് ആയിട്ടാണ് കാണുന്നത്. മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ അതേപോലെ ഗോബ്ലറ്റ് സെൽസ് ഉണ്ടാവും. അതാണ് മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഗോബ്ലറ്റ് സെല്ല് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ. അപ്പോൾ ഇവിടെ ഇതിന് ഉപയോഗിക്കുന്നത് ഫുഡിൻ്റെ ലൂബ്രിക്കേഷനാണ്. ഫുഡ് ലൂബ്രിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഗട്ടിലൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് മ്യൂക്കോസ ലെയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് 4 ലെയറായിട്ട് നമുക്ക് കാണാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് സെറോസ, സെക്കൻഡ് വൺ മസ്കുലാരിസ്, തേർഡ് വൺ സബ്മ്യൂക്കോസ ആൻഡ് ഫോർത്ത് വൺ ഈസ് മ്യൂക്കോസ. ഇനി എന്താണ് മ്യൂക്കസിൻ്റെ ഫങ്ഷൻ? മ്യൂക്കസും ബൈകാർബണേറ്റ് അയോൺസും ഫുഡിലെ നമ്മൾ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് മ്യൂക്കോസൽ എപ്പിത്തീലിയം ഫ്രം എക്സോറേഷൻ ബൈ ദ ഹൈലി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമുക്കറിയാം സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷൻ കൊണ്ട് ഈ ഡൈജസ്റ്റഡ് സിസ്റ്റത്തിൻ്റെ വാള് തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫങ്ഷനാണ്? ഈ മ്യൂക്കസും ബൈകാർബണേറ്റ് അയോൺസും ചെയ്യുന്ന ഫങ്ഷനാണ്. ഇനി ഏതൊക്കെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന എൻസൈംസ്? വെറും എൻസൈംസ് അല്ല, ഇനാക്റ്റീവ് എൻസൈംസ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഒന്ന് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ ആൻഡ് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇനി ഇതിവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ട്രിപ്സിനോജൻ എന്നുള്ളത് ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ പ്രസൻസ് ഓഫ് എൻഡറോകൈനേസ്. കൈമോട്രിപ്സിനോജൻ എന്നുള്ളത് കൈമോട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ പ്രസൻസ് ഓഫ് ട്രിപ്സിൻ. അതേപോലെ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്നുള്ളത് കാർബോക്സി പെപ്റ്റിഡേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും വിത്ത് ദ പ്രസൻസ് ട്രിപ്സിൻ. ഈ ട്രിപ്സിനും എൻഡറോകൈനേസും ആക്ച്വലി എൻസൈംസ് ആണ്.
ഓക്കെ, ഈ എൻസൈംസ് ആണ് നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിപ്പിക്കുന്നത്? ഫുഡിൻ്റെ ഡൈജഷന് എളുപ്പമാക്കുന്നത്. പക്ഷേ പാൻക്രിയാസിലെ എൻസൈംസ് ആണെങ്കിൽ അത് ഇനാക്റ്റീവ് ഫോമിലാണ് എപ്പോഴും സെക്രീറ്റ് ചെയ്യുന്നത്. അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന എൻസൈമാണ് എൻറ്ററോകൈനേസും ട്രിപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 എൻസൈംസും. ഇനി നേരത്തെ പറഞ്ഞ ഗോബ്ലെറ്റ് സെല്ലാണ്. ഗോബ്ലെറ്റ് സെല്ലിൻ്റെ ഫങ്ഷൻ ഇത് സെക്രീറ്റ് മ്യൂക്കസ് ആണ്. Secretion of mucus which helps in adhering the waste particles together and lubricating it for an easy passage in large intestine. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന അൺഡൈജസ്റ്റഡ് ആയിട്ട് വരുന്ന വേസ്റ്റിനെ അഡിയർ ചെയ്തിട്ട്, അതായത് ഇങ്ങനെ കൊളൈഡ് ചെയ്ത് ഒന്നിച്ചാക്കിയതിന് ശേഷം അതിനെ പാസേജ്, അതിൻ്റെ ല്യൂമനിലൂടെ പാസ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മ്യൂക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്രീഷൻ. രണ്ടാമത്തെ ഭാഗം ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ വേറൊരു പേരാണ് സക്കസ് എൻറ്ററിക്കസ്. ഓക്കെ, ബ്രഷ് ബോർഡർ സെൽസ് ഉണ്ട് ഇൻറ്റസ്റ്റൈനിൽ. ആ ബ്രഷ് ബോർഡർ സെൽസ് മ്യൂക്കോസയാണ് സെക്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗോബ്ലെറ്റ് സെൽസിൻ്റെ മ്യൂക്കോസ സെക്രീഷനും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് പറയുന്ന പേരാണെന്ത്? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഓർ സക്കസ് എൻറ്ററിക്കസ് എന്ന് പറയുന്നത്. ഈ സക്കസ് എൻറ്ററിക്കസിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഡൈസാക്കറൈഡേസസ്, ഡൈപെപ്റ്റിഡേസസ്, ലിപ്പേസസ് ആൻഡ് ന്യൂക്ലിയോസിഡേസസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 4 എൻസൈംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ പോവാണ് നമ്മൾ. വാട്ട് ആർ ദ ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡേഴ്സ് വളരെ സിമ്പിളാണ്. നമുക്കറിയാം, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഡിസോർഡർ വരുന്നത്. ഈ ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, നമ്മുടെ ഫുഡിൽ നിന്നൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന പാരസൈറ്റ്സ് ആയിരിക്കാം, ടേപ്പ് വർമ്, റൗണ്ട് വർമ്, ഹുക്ക് വർമ്, പിൻ വർമ് പോലെയുള്ള പാരസൈറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ഡിസോർഡർ? ഒന്ന് ജോണ്ടിസ് ആണ്. ജോണ്ടിസിന് ഏറ്റവും മേജറായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ്. ലിവർ കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് വരുന്നത് സ്കിന്നിലും ഐസിലുമാണ്. ദേ ടേൺ യെല്ലോ ഇൻ കളർ ഡ്യൂ ടു ദ ഡെപ്പോസിറ്റ് ഓഫ് ബൈൽ പിഗ്മെൻറ്റ്സ്. ബൈൽ പിഗ്മെൻറ്റ്സിൻ്റെ ബ്ലോക്കിംഗ് ആണ് ആക്ച്വലി ജോണ്ടിസ് എന്ന് പറയുന്നത്. ബൈൽ പിഗ്മെൻറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. ഓക്കെ, രണ്ടാമത്തത് വോമിറ്റിംഗ് ആണ്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് മൗത്തിലൂടെ ഇജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വോമിറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി മെഡുല്ലയാണ്. ഓക്കെ, ആ മെഡുല്ലയുടെ വോമിറ്റ് സെൻറ്ററിൽ നിന്നുള്ള റിഫ്ലെക്സ് ആക്ഷൻ കൊണ്ടാണ് നമ്മുടെ വോമിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. മൂന്നാമത്തത് ഡയേറിയയാണ്. ഡയേറിയ നമുക്കറിയാം, ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ഓഫ് ദ ഫീക്കൽ ഡിസ്ചാർജ്. അതായത് ഫീക്കൽ ഡിസ്ചാർജിൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അബ്നോർമൽ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും അബ്സോർബ് ചെയ്യാതെ പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് ഡയേറിയ എന്ന് പറഞ്ഞാൽ. നാലാമത്തത് കോൺസ്റ്റിപ്പേഷനാണ്. അതിൽ നേരെ ഓപ്പോസിറ്റ്, ദ ഫീക്കസ് ഇസ് റീറ്റെയിൻഡ് വിത്തിൻ ദ റെക്ടം ആൻഡ് ദസ് ദ ബൗൾ മൂവ്മെൻറ്റ്സ് ഒക്കെ റെഗുലർലി. ഇറഗുലർ ബൗൾ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഫീക്കസ് റീറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡൈജഷൻ. എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു പ്രോബ്ലമാണിത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചേഞ്ചസ് വരികയാണെങ്കിൽ ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ നോർമൽ ആവാതെ വരാം. ആങ്സൈറ്റി കൊണ്ട്, ടെൻഷൻ കൊണ്ട്, ഫുഡ് പോയ്സണിങ് മൂലം, ഓവർ ഈറ്റിങ്, സ്പൈസി ഫുഡ്, നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാത്ത ഭക്ഷണങ്ങളായിക്കഴിഞ്ഞാൽ അത് ഇൻഡൈജഷൻ ഉണ്ടാക്കും, ദഹനക്കേട്. അതാണ് ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 5 എണ്ണമാണ് നമ്മുടെ ഡിസോർഡറായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.